ഹലോ എക്സാമിനർ ഫാമിലി, അങ്ങനെ നമ്മുടെ +2 പരീക്ഷ അതാ അടുത്തെത്തി. നിങ്ങളിൽ പലരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, സർ +2 പരീക്ഷയിൽ ഫിസിക്സ് പരീക്ഷയിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സിനായിരിക്കും ചോദ്യങ്ങൾ വരിക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട എന്താണ് +2 ഫിസിക്സ് എക്സാമിൻ്റെ മാർക്ക് വെയിറ്റേജ്. ഓക്കെ, ചാപ്റ്റർ വൈസ് മാർക്ക് വെയിറ്റേജ് എന്താണെന്നാണ് നിങ്ങൾ ബേസിക്കലി ചോദിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അത് 100% നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ കാണുന്നുണ്ട്. ചില ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കൂടുതൽ മാർക്സിനായിരിക്കും ചോദിക്കുക, ചില ചാപ്റ്റേഴ്സിന് കുറച്ച് കുറവ് മാർക്കിനായിരിക്കും ചോദിക്കുക. അങ്ങനെ ഒരു ക്ലിയർ പാറ്റേൺ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് വെയിറ്റേജ് തരാൻ പറ്റും. അതിൽ നിന്ന് 1-2 മാർക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാന്നല്ലാണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്കിലും ഞാൻ ചെറിയൊരു ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഈ മാർക്ക് വെയിറ്റേജ് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അതായത് നാളെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ചാപ്റ്ററിൽ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദ്യം വരുന്നുള്ളൂ, വേറൊരു ചാപ്റ്ററിന് 7 മാർക്കിനോ 8 മാർക്കിനോ ചോദ്യം വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, നിങ്ങൾ ആ 7 മാർക്കിൻ്റെ ചാപ്റ്റർ മാത്രം പഠിക്കുന്നു, മറ്റേ 2 മാർക്ക് 3 മാർക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 7 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു 4 മാർക്കിന് ഈസി ആയിരിക്കും, പക്ഷേ മറ്റൊരു 2-3 മാർക്കും എന്തായിരിക്കും, ടഫായിരിക്കും. അതേസമയം ആ 2 മാർക്ക് അല്ലെ 3 മാർക്ക് ഈ കുഞ്ഞു ചാപ്റ്റർ ചോദിക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ട് ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. അതായത് മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിക്കുന്നു, കുറവുള്ള ചാപ്റ്റർ അതും കൊണ്ട് വിട്ടേക്കാം എന്നുള്ള പരിപാടി ഒരിക്കലും ചെയ്യരുത്. കാരണം ആ കുറവ് മാർക്ക് വെയിറ്റേജുള്ള ചാപ്റ്റർ ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അങ്ങനെ സംഭവിക്കുന്നുണ്ട്, വെറുതെ പോലും പറയല്ല, ഹൈപ്പോത്തറ്റിക്കൽ അങ്ങനെ സംഭവിച്ചാലോ എന്നല്ല, അങ്ങനെയാണ് സംഭവിക്കാറ്. അതുകൊണ്ട് ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഓക്കെ, ഒരു ചാപ്റ്ററിന് കൂടുതൽ മാർക്സ് വരുന്നു. ഫോർ എക്സാമ്പിൾ റേ ഒപ്റ്റിക്സിന് സാധാരണ ഒരു 7 മാർക്കിനൊക്കെ വരും. ഓക്കെ, ആവറേജ് ഒരു 3-4 മാർക്സ് ആണെങ്കിൽ റേ ഒപ്റ്റിക്സിന് 7 മാർക്കിന് വരും. അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റേ ഒപ്റ്റിക്സ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് റേ ഒപ്റ്റിക്സ് പഠിക്കുക, ആറ്റംസ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയല്ല. റേ ഒപ്റ്റിക്സ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ ഡെറിവേഷൻസ് ആ ചാപ്റ്ററിലുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ മാർക്കിന് വരുന്നത്. അപ്പോൾ ആ കൂടുതലുള്ള ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ഡെറിവേഷൻസ് ഏതൊക്കെയാണ് പഠിക്കണം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഈ വീഡിയോൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ വേറൊരു വീഡിയോയിൽ ലിങ്ക് കാണാൻ പറ്റും. ആ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ഓരോ ചാപ്റ്ററിനും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ മാർക്കിൻ്റെ ഡെറിവേഷൻസ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി കുറേ വൈകുന്നില്ല. നമ്മുടെ മാർക്ക് വെയിറ്റേജ് സിമ്പിളാണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള മാർക്സ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ചാപ്റ്ററിൻ്റെ പേര് കാണാം. ഇത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ പരീക്ഷയിൽ നിന്ന് 3 ഇയേഴ്സിൻ്റെ പരീക്ഷയിൽ നിന്ന് അത്രയും മതി നമുക്ക്. ഓക്കെ, അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മളിവിടെ 2021 പരീക്ഷ ഇവിടേക്ക് എടുത്തില്ല, കാരണം അത് ഒന്നാമത് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു, പിന്നെ മാർക്ക് മൊത്തത്തിൽ ടോട്ടൽ മാർക്സ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ 2021 നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. 20, 29, 18 ആ പേപ്പേഴ്സാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. 3 ഇയർ ആവറേജ് എടുത്തത്. കുറച്ചൊക്കെ ആവറേജ് എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാലോ, പോയിന്റും ഡെസിമലൊക്കെ വരും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു അല്ലേ. ഫിസിക്സിൽ മൊത്തം എങ്ങനെയാണ് നമ്മൾ ഫുൾ നെഗ്ലക്റ്റീവ് അല്ലേ അപ്രോക്സിമേറ്റീവ്. ഓക്കെ, ഒക്കെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ബെസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ പറയാൻ മാത്രം ഒന്നുമില്ല. എന്തുകൊണ്ടോ, ഫസ്റ്റ് ചാപ്റ്ററിന് 4 മാർക്കിനാണ് വരിക, സെക്കൻഡ് ചാപ്റ്റർ 4 മാർക്കിന്, അതിൽ നിന്ന് ഒരു 2 മാർക്കിനൊക്കെ ഡെറിവേഷൻ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരാം. ഓക്കെ, ഡെറിവേഷൻസ് ഏതാണെന്ന് അറിയണമെങ്കിൽ വീണ്ടും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ വീഡിയോ കാണാം. കറണ്ട് ഇലക്ട്രിസിറ്റി കുറച്ചധികം മാർക്ക് വരും, 6 മാർക്കിന് വരും. അത് ഒന്നുമില്ല, അതിൻ്റെ കാരണം എന്താ അറിയോ, ഒന്നെങ്കിൽ ആ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കണ്ടീഷൻ, ബാലൻസ് കണ്ടീഷൻ, അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും കിർച്ചോഫ് ലോ ഉപയോഗിച്ചിട്ട്. അല്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ അല്ല, അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും, അതിൻ്റെ ഇക്വേഷൻ ചോദിക്കും. അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ ചോദിക്കും. പൊട്ടൻഷ്യോമീറ്റർ 2 ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അതുകൊണ്ടാണ് 6 മാർക്കിന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു 4 മാർക്കിന് വരും. വേറെ എന്തെങ്കിലും കുഞ്ഞു പ്രോബ്ലംസോ അല്ലെങ്കിൽ വൺ വേർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ 2 മാർക്കിന് വരും. അങ്ങനെയാണ് 6 മാർക്ക് വരിക. ഓക്കെ, മൂവിങ് ചാർജസിന് 5 മാർക്ക് വീണ്ടും. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ചെറിയ ചാപ്റ്ററാണ്, 3 മാർക്കിനേ വരുള്ളൂ. അതിൽ ഡെറിവേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 1 മാർക്ക് 2 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോയാൽ മതി. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും കാര്യമായ ഡെറിവേഷനൊന്നും ഇല്ല. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ അതിന് വലിയ ഡെറിവേഷൻസും കാര്യമായിട്ട് ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, മാർക്ക് കുറച്ച് കുറവാണ്. ഓക്കെ, പിന്നെ നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓൾട്ടർനേറ്റീവ് കറണ്ട് 4 മാർക്കിന് വരും. അത് കൂടുതലും നമ്മുടെ എൽ സർക്യൂട്ട്, സി സർക്യൂട്ട്, ആർ സർക്യൂട്ട്, അതുപോലെ LCR സർക്യൂട്ട് ബേസ്ഡ് ആയിരിക്കും. വേറെ ആ ചാപ്റ്ററിന് ആദ്യ ഭാഗമായ നമ്മുടെ RMS വാല്യൂ, അങ്ങനത്തെ ആവറേജ് വാല്യൂ, അതൊന്നും പൊതുവെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല പരീക്ഷയിൽ. ഓക്കെ, അപ്പം ആ ഒരു ഭാഗമാണ് ഇത്
ആർ സർക്യൂട്ട്, എൽ സർക്യൂട്ട്, സി സർക്യൂട്ട്, അതിൻ്റെ സർക്യൂട്ട് അനാലിസിസ്, അതേപോലെ LCR സർക്യൂട്ട്, റെസണൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. അതൊക്കെയാണ് ചോദിക്കാറ്. EM വേവ്സിൽ ഡെറിവേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് എന്താണ് 2 മാർക്കേ ഉള്ളൂ. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. കൂടുതലും ചോദിക്കുക ഓരോ EM വേവിൻ്റെ ആപ്ലിക്കേഷൻ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാറെഡ് തരും, UV തരും. എന്നിട്ട് ഇൻഫ്രാറെഡ് എവിടെയാണോ ഉപയോഗിക്കുക, റിമോട്ട് സ്വിച്ചിലാണോ ഉപയോഗിക്കുക, മൈക്രോവേവിലാണോ ഉപയോഗിക്കുക, ഫോണിൻ്റെ ഉള്ളിലാണോ ഉപയോഗിക്കുക, വാട്ടർ പ്യൂരിഫയർ ആണോ ഉപയോഗിക്കുക, അത് മാച്ചൊക്കെ ചെയ്യാൻ പറയും. ഓക്കെ, UV മാച്ച് ചെയ്യാൻ പറയും. അങ്ങനെ മാച്ച് ചെയ്യാനൊക്കെ വരും, അത് പഠിച്ചു പോകണം. റേ ഓപ്റ്റിക്സിൽ നിന്ന് 7 മാർക്ക് വരും. കാരണം കുറേ ഡെറിവേഷൻസ് അതിലുണ്ട് കേട്ടോ. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല, പ്രിസത്തിൻ്റെ ഉള്ളിൽ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഡീവിയേഷൻ്റെ ഫോർമുല, അതൊക്കെ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അതേപോലെ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 7 മാർക്കിന് വരുന്നത്. അതേപോലെ പ്രോബ്ലംസും വരും. ഞാൻ ഡെറിവേഷൻസ് പറയുന്നത് ഡെറിവേഷൻസ് മാത്രം വരുന്നതല്ല, ഡെറിവേഷൻസും പിന്നെ കുഞ്ഞു പ്രോബ്ലംസും വരും. വേവ് ഒപ്റ്റിക്സ് 4 മാർക്കേ ഉള്ളൂ. ഡുവൽ നേച്ചർ 3 മാർക്കാണ്. വീണ്ടും ഡെറിവേഷൻസും കാര്യമൊന്നുമില്ല, പ്രോബ്ലംസ് ചോദിക്കും. പിന്നെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ആറ്റംസിൻ്റെ ഡെറിവേഷൻ ഒന്നും കാര്യമായിട്ടില്ല, ഉണ്ട്, പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. 3 മാർക്കിന് ചോദിക്കുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല സാധാരണഗതിയിൽ. 13ാമത്തെ ചാപ്റ്റർ ന്യൂക്ലൈ, ആറ്റംസ് പോലെ തന്നെ വലിയ ഡെറിവേഷനും കാര്യങ്ങളൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല, 4 മാർക്കിന് ചോദിക്കുള്ളൂ. സെമി കണ്ടക്ടർ 5 മാർക്കിന് ചോദിക്കും. അതിൽ 2 ഭാഗങ്ങളായിട്ട് വേണം സെമി കണ്ടക്ടറിൻ്റെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് നമ്മുടെ ട്രാൻസിസ്റ്റർ, ഡയോഡ്, ആ ഒരു സെക്ഷൻ, പിന്നെ ലാസ്റ്റുള്ള സെക്ഷൻ ലോജിക് ഗേറ്റ്സ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഡെറിവേഷൻ ഒന്നുമല്ല, പക്ഷേ കുഞ്ഞു കണ്ടീഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യാൻ പറയും. അതേപോലെ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെ, പ്രോബ്ലംസ് ആയിട്ടൊക്കെ ചോദിക്കും. ഐഡന്റിഫൈ ദ ലോജിക് ഗേറ്റ്, അല്ലെങ്കിൽ ഈ ലോജിക് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഇൻപുട്ട് കൊടുത്ത ഔട്ട്പുട്ട് എന്താ വരിക, അല്ല ഔട്ട്പുട്ട് ഇതാണെങ്കിൽ ഏതായിരുന്നു ഇൻപുട്ട്, അതൊക്കെ ചോദിക്കാം. അല്ലെ ഏതാണ് ലോജിക് ഗേറ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. മാറി മറിച്ചൊക്കെ ചോദിക്കാം. ലാസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ 1 മാർക്ക് ചോദ്യങ്ങളും 2 മാർക്ക് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. ഡയഗ്രാം വെച്ചിട്ടുള്ള പരിപാടികളായിരിക്കും. അത്രയേ ഉള്ളൂ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ബൈഹാർട്ട് പഠിച്ചു പോകാനല്ല നിങ്ങൾ ചെയ്യേണ്ടത്. റേ ഓപ്റ്റിക്സിന് 7 മാർക്ക്, അത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വന്നു എന്നാണ്. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വന്നു, അതായത് കറണ്ട് ഇലക്ട്രിസിറ്റിന്ന് എങ്ങനെ 6 മാർക്ക് വന്നു ഞാൻ പറഞ്ഞു തന്നു. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ, അല്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഒക്കെ ഡെറിവേഷൻ, അല്ലെങ്കിൽ അതിൽ വേറെ സാധനമുണ്ട്, റെസിസ്റ്റേഴ്സും സീരീസും പാരലിൻ്റെയും ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതുകൊണ്ടാണ് ഈ 6 മാർക്ക് വന്നതെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നാളെ EM വേവ്സിന് 2 മാർക്ക് വന്നുള്ളൂ? കാരണം അതിൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, പക്ഷേ അത് പരീക്ഷ ഇതിൽ ചോദിച്ചിട്ടില്ല. പിന്നെ പഠിക്കാനുള്ള എന്താണ്, ഓരോ EM വേവിൻ്റെ യൂസസ് ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് അവിടെ 2 മാർക്ക് വന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഈ വീഡിയോ, അല്ലാണ്ട് ഇത് ബൈഹാർട്ട് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഠിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ റേ ഓപ്റ്റിക്സ് ഒബ്വിയസ്ലി കൂടുതൽ ഫോക്കസ് ചെയ്യണം, കാരണം കൂടുതൽ ഡെറിവേഷൻസ് അവിടെ പഠിക്കാനുണ്ട്. EM വേവ്സ് വേഗം പഠിച്ചെടുക്കാം. അന്ന് വിചാരിച്ച് EM വേവ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്, 2 മാർക്കല്ലേ ഉള്ളൂ എന്ന് വെച്ച് അവോയ്ഡ് ചെയ്യരുത്. കാരണം അത് സിമ്പിളാണ്. ഒരൊറ്റ ടേബിൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് ഉറപ്പിക്കാം. ഏത് ടേബിൾ? ഓരോരോ EM വേവ്സും അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ, ഒറ്റ ടേബിൾ പഠിച്ചു വെച്ചാൽ ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ, 2 മാർക്ക് ഉറപ്പിക്കാം. പക്ഷേ ആ റേ ഓപ്റ്റിക്സിൽ 2 മാർക്ക് കിട്ടണമെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ ആ വ്യത്യാസം കൂടി മനസ്സിലാക്കും. പക്ഷേ റേ ഓപ്റ്റിക്സിൽ നിങ്ങൾ കുറച്ചും കൂടി സമയമൊക്കെ എടുത്ത് പഠിക്കേണ്ടി വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്സ് എക്സാമിനോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇനിയും യോധയിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം. എൻ്റെ PPT കുറച്ച് കോമഡിയാണ്. യോധയിൽ ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്നും കൂടി ഫസ്റ്റ് മുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഓക്കെ, ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ബയോളജി, മാത്സ്, 4 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണ്, മോഡൽ എക്സാം കഴിയുമ്പോഴും കോൺഫിഡൻസ് കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനിയും യോധ 2.0 ജോയിൻ ചെയ്യാം. എന്നിട്ട് പരീക്ഷ കഴിയുമ്പോൾ, അതായത് മോഡൽ എക്സാം കഴിയുന്ന ആ ദിവസം ഒരു ഗ്യാപ്പ് എടുക്കുക. തൊട്ടടുത്ത ദിവസം മുതൽ 28-ാം തീയതി വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് യോധ 2.0 ഓരോ ക്ലാസ്സും കണ്ടു തീർക്കാം. അന്ന് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അന്ന് തുടങ്ങുന്ന ബാച്ച് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും, ലൈവ് ക്ലാസ് ആയിരിക്കില്ല. ബിക്കോസ് ലൈവ് ക്ലാസ്സിൽ തീരാൻ പോകുന്നില്ല. റെക്കോർഡ് ക്ലാസ് ആയിട്ട് എല്ലാ ചാപ്റ്ററും തീർക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിലെ എല്ലാ ചാപ്റ്ററും നിങ്ങൾ ഓരോ ദിവസമായിട്ട് ഈ ടൈം ടേബിൾ പ്രകാരം കണ്ടു തീർന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 28-ാം തീയതിയോടെ തീർക്കാം. കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. പക്ഷേ എനിക്കിത്രേ പറയാനുള്ളൂ, നിങ്ങൾ യോധ 2.0 ക്ലാസ് നിങ്ങളൊന്ന് കണ്ടുവെക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ആപ്പിൽ പോയി നോക്കിയാൽ മതി. ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ യോധ 2.0 ക്ലാസ് ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾ നോക്കുക, അതിൻ്റെ ലെവൽ, ആ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി ലെവൽ ആലോചിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ എക്സാമിനർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് യോധ 2.0 ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഫ്രീ ആണ്, ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ പഠിക്കണോ? അങ്ങനെയൊക്കെ പഠിച്ചാലേ കാര്യമുള്ളൂ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം.
കാരണം പരീക്ഷയിൽ വരാൻ പോകുന്ന കുറേ ചോദ്യങ്ങളാണ് നമ്മൾ യോദ്ധ 2.0 ചെയ്യുന്നത്. അത് ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ഉണ്ടെന്നാണ്. നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് +2 പരീക്ഷയിൽ ഇനിയും നല്ലൊരു മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പം മോഡൽ എക്സാം ഇങ്ങനെ എഴുതുക, എന്നിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് വാട്സപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കുക. മോഡൽ എക്സാം കഴിയുന്നു, 22 നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് സിൻസിയർ ആയിട്ട് പഠിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് സിലബസ് തീർക്ക് മാത്രമല്ല നിങ്ങൾക്ക് പരീക്ഷയിൽ വരാൻ പോകുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങളൊക്കെ നമ്മൾ യോദ്ധ 2.0 കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോൾ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കാം. ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ അതിന് വേണ്ടിയുള്ള നോട്ട്സ് ഒക്കെ അതിലുണ്ട്, പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പരീക്ഷയെ ഏറ്റവും സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബാച്ചാണ് യോദ്ധ 2.0 ബാച്ച്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ആഗ്രഹമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതേപോലെ നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നീറ്റ് ബൂസ്റ്റർ ബാച്ച് നമ്മൾ മെയ് 9 സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് 1000 പേർക്ക് മാത്രം വലിയൊരു ഓഫറാണ് നിങ്ങൾക്ക് നൽകിയത്. 1800 രൂപയുള്ളൂ നിങ്ങളുടെ ഫീസ്. ഓക്കെ, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽ 1800 രൂപയുള്ളൂ. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡെയിലി ക്ലാസ് ഉണ്ടാവും, 6 മണിക്കൂർ ക്ലാസ്, റെക്കോർഡ് ക്ലാസ് പ്ലസ് 2 മണിക്കൂർ ലൈവ് ക്ലാസ്, 2 ടെസ്റ്റ് പേപ്പേഴ്സും ഉണ്ടാവും, പിന്നെ വീക്ക്ലി ടെസ്റ്റ് പേപ്പർ, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. പ്ലസ് ഈ 1800 രൂപേൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് 590 റുപ്പീസിൻ്റെ എക്സാമിനറിൻ്റെ സ്റ്റഡി മെറ്റീരിയലും വരുന്നത്. ഓക്കെ, ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഇഷ്ടം പോലെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. പിന്നെ നിങ്ങളുടെ ടൈം ടേബിൾ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചോ. ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ പഠിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിലെത്താൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് റാങ്ക് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് എന്തായാലും നമ്മൾ വാങ്ങിച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാലൊന്നും നീറ്റ് നടക്കാൻ പോകുന്നില്ല, +2 പരീക്ഷ പോലെയല്ല. ഓക്കെ, അപ്പോൾ നീറ്റിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്തു. കാരണം 1000 സ്റ്റുഡൻസ് കഴിഞ്ഞാൽ ബാക്ക് ടു 3000 ആയിരിക്കും ഫീസ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇതിന് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ഞാൻ പറയുകയാണ്, 1800 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതും പ്ലസ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ തരുന്നു, എക്സാമിനർ നഷ്ടമാണ്. അപ്പോൾ 1000 സ്റ്റുഡൻസ് കഴിഞ്ഞാൽ നമ്മൾ 3000 ആക്കും. 3000 ഭയങ്കര ലാഭം കച്ചവടമായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ പറയാം, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാമിനർ ജോയിൻ ചെയ്യണം എന്നുള്ളത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ +2 ഫിസിക്സ് എക്സാം പൊളിക്കും, അതിലൊരു സംശയമില്ല. അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഈ ചാനലുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ ബൈ.